ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സങ്കീർത്തന പഠനത്തിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സങ്കീർത്തനത്തിന്റെ പഠനത്തിന്റെ വേറൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 50-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. 50-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത്, സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല. അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കാൻ ആകാശം അവന്റെ നീതിയെ ഘോഷിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവം തന്റെ ജനത്തെ ന്യായവിസ്താരത്തിനായി തന്റെ കോടതി മുറിയിലേക്ക് വിളിച്ച് ചേർക്കുന്ന മനോഹരമായ, അപ്പോൾ തന്നെ ഭയാനകമായ ഒരു മുന്നറിയിപ്പിനെയാണ് നമുക്ക് നൽകുന്നത്. ലോക കോടതികളിൽ സാധാരണയായി തെറ്റുകൾ, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കോടതിയിൽ കേസ് ഹാജരാക്കിയാൽ അവിടെ സംഭവിക്കുന്നത്, കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജ് ഈ കുറ്റകൃത്യം ചെയ്ത ആളുകളുടെ പേരിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളുടെ മേൽ ഒരു സമൻസ് അവർക്ക് അയക്കും. ഇതിനെ കോർട്ട് സമൻസ് എന്നാണ് പറയുന്നത്. കോടതി അയക്കുന്ന സമൻസ്. എന്താണ് ഈ സമൻസ് എന്ന് പറഞ്ഞാൽ? കോടതി വിളിച്ചു വരുത്തുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ തെറ്റ് ചെയ്ത ആളുകളെ, കുറ്റക്കാരായ ആളുകളെ കോടതി ന്യായവിസ്താരത്തിനായി വിളിച്ചു വരുത്തുന്ന അനുഭവത്തെയാണ് കോർട്ട് സമൻസ് എന്ന് പറയുന്നത്. ദൈവം തന്റെ ജനത്തെ ന്യായം വിധിക്കാനായി വിളിച്ച് ചേർക്കുന്ന രംഗത്തെക്കുറിച്ചാണ് 50-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതെവിടുന്ന് പറയുന്നു? അവിടെ 1-ാം വാക്യം വായിക്കുന്നു: സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ അവൻ ഭൂമിയെ വിളിക്കുന്നു. സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ അവൻ ഭൂമിയെ വിളിക്കുന്നു. അപ്പൊ ദൈവം വാസ്തവത്തിൽ എല്ലാവരെയും വിളിക്കുകയാണ്. എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ ന്യായം വിധിക്കുവാൻ പോകുന്നു. അപ്പൊ ന്യായം വിധിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. നേരെ മറിച്ച് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. മാത്രമല്ല, വേദപുസ്തകം വായിക്കുന്ന ചില ആളുകളെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ വാലല്ല തലയാക്കും, അതിന്റെ അടിയിൽ വരയിടും. അത് അനുഗ്രഹമാണ്. 2, നിന്റെ കാൽ ചവിടുന്ന ദേശത്തിന്റെ കാൽ ചവിടുന്ന ഇടമൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും ശാശ്വത അവകാശമായി തരും, അതിന്റെ അടിയിൽ വരയിടും. അതൊരു അനുഗ്രഹമാണ്. ഞാൻ നിന്നെ വാലല്ല തലയാക്കും, അതിന്റെ അടിയിൽ വരയിടും. അതൊരു അനുഗ്രഹമാണ്. ഇങ്ങനെ അനുഗ്രഹം സംബന്ധിച്ച് കാണുന്നിടത്തെല്ലാം വരയിട്ടിട്ട്, ഇതാണ് എന്റെ വാഗ്ദത്തം, കർത്താവ് ഒരു പ്രത്യേക വാഗ്ദത്തം എനിക്ക് തന്നിരിക്കുകയാണ് എന്നൊക്കെ അവകാശവാദം മുഴക്കും. എന്നാൽ ഞാൻ നിന്റെ പ്രവൃത്തികളെ ന്യായം വിധിക്കും, നിന്റെ ഹൃദയത്തിന്റെ ഉൾപ്പൂവുകളെ ഞാൻ ആരാഞ്ഞ് പരിശോധിക്കും. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. അന്ന് ഓരോരുത്തരുടെ ദൈവസ്ഥലിൽ പുകഴ്ചയുണ്ടാകും. ഇത്യാദി വാക്യങ്ങളുടെ അടിയിലൊന്നും സാധാരണ ആളുകൾ വരയിടാറില്ല. അതിനെക്കുറിച്ച് വലിയ ഗൗരവമായി ചിന്തിക്കാറുമില്ല. എന്താ കാരണം? ദ വെരി ബേസിക് നേച്ചർ ഓഫ് പീപ്പിൾ, അതായത് ആളുകളുടെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവം, ദേ ഓൺലി ലൈക്സ് ദ പോസിറ്റീവ്, നോട്ട് ദ നെഗറ്റീവ്സ് ഓഫ് ദർ ലൈഫ്. അവരുടെ ജീവിതത്തിന്റെ ക്രിയാത്മകമായ കാര്യങ്ങളെ മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളൂ. നിഷേധാത്മകമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഇഷ്ടമല്ല. ഒരുവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ പുകഴ്ത്തി പറഞ്ഞാൽ അവന് വളരെ ഇഷ്ടമാണ്. എന്നാൽ അവൻ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ അവനെ കുഴപ്പക്കാരനായി കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മനുഷ്യനുള്ളത്. അപ്പോൾ വാസ്തവത്തില് ദൈവം ന്യായം വിധിക്കുമോ? ദൈവം സ്നേഹവാനല്ലേ? അവന് എങ്ങനെയാണ് നമ്മെ ന്യായം വിധിക്കാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുന്ന പല ആളുകളും ഉണ്ട്. എന്നാൽ മേലിൽ നിന്ന് ആകാശത്തെയും താഴെ നിന്ന് ഭൂമിയെയും ദൈവം ന്യായവിധിക്കായി വിളിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഞാൻ വളരെ വേഗത്തിൽ ഈ വീഡിയോ നിർത്താം, വളരെ നീട്ടുകയില്ല. എന്തുകൊണ്ടാണ് ദൈവം ന്യായവിധിക്കായി ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നത്? ആ ദൈവത്തിന്റെ വാസ്തവത്തിൽ തന്റെ ജനത്തെ ന്യായം വിധിക്കാതെ പോകാതെ ദുഷ്ടന്മാരായ ആളുകളെ അല്ലെങ്കിൽ അവിശ്വാസികളായ ആളുകളെ ന്യായം വിധിച്ചാൽ പോരെ
എന്ന് സ്വാഭാവികമായി ചോദിക്കുന്ന ആളുകളുണ്ട്. പത്രോസ് തന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം പറയുമ്പോൾ ഇപ്രകാരം സൂചിപ്പിച്ചിട്ടുണ്ട്: ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ, അത് വളരെ വേഗത്തിൽ വരാൻ പോവുകയാണെന്നാണ് പത്രോസ് പറയുന്നത്. അപ്പോ ദൈവത്തിന്റെ ന്യായവിധി ദൈവഗ്രഹത്തിൽ, അതായത് ദൈവഭവനങ്ങളിൽ, വിശ്വാസികളുടെ ഭവനങ്ങളിൽ, ദൈവസഭയിൽ തന്നെ ആരംഭിപ്പാൻ സമയമായല്ലോ. അങ്ങനെയാണെങ്കിൽ ദുഷ്ടന്മാരുടെയും പാപികളുടെയും ഗതി എന്താകും എന്ന് പത്രോസ് ചോദിക്കുകയാണ്. വാസ്തവത്തില് ഇവിടെ ഒരു മുന്നറിയിപ്പാണ് ദൈവം നൽകുന്നത്. എന്താണ്? ഗോഡ് വിൽ ഷുവർലി ജഡ്ജ് ഹിസ് പീപ്പിൾ. ദൈവം തന്റെ ജനത്തെ ന്യായം വിധിക്കും. ഇവിടെ നമ്മെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടവരായ ആളുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോഡ് ഹാസ് ഓൾറെഡി ജഡ്ജ്ഡ് അവർ സിൻസ് ഓൺ കാൽവറി. കർത്താവ് നമ്മുടെ പാപങ്ങളെ കാൽവറിയിൽ ന്യായവിധി നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് എന്താ പറയുന്നത്? റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. റോമർ 8 പിന്നെയും പറയാണത്: ആകയാൽ ദൈവം നീതീകരിച്ചവരെ കുറ്റം ചുമത്തും. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ നമ്മളുടെ ആദാമി തലമുറയിൽ നിന്ന് നമ്മിലേക്ക് പകരപ്പെട്ട പാപത്തിന്റെ ശിക്ഷാവിധി കാൽവറിലെ ക്രൂശിൽ തന്റെ ബലിമരണത്തിൽ കർത്താവായ യേശു വഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവൻ ക്രൂശിന്മേൽ വെച്ച് ദൈവത്തിന്റെ നീതി നിവർത്തിച്ചു എന്ന് പറയുന്നത്. റോമാലേഖനം 5-ാം അധ്യായം അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അഭക്തർ, പാപികൾ, ശത്രുക്കൾ, ദൈവത്തിന് വിരോധമായി നിന്നവർ, ബലഹീനർ, ഇങ്ങനെയുള്ള മനുഷ്യനെ അവന്റെ പാപത്തിന്റെ കുറ്റം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുതൽ മുടക്കിൽ, അതായത് തന്റെ മരണത്തിൽ തന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് നമ്മെ സൗജന്യമായി നീതീകരിച്ചു. ഗോഡ് കണ്ടംഡ് സിൻ ഓൺ കാൽവറി. കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്രൂശിന്മേൽ പാപത്തിന്റെ ശിക്ഷയെ വിധിച്ചു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനിയും സ്ഥാനീയമായി, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ നിമിത്തം നമുക്ക് യാതൊരുവിധ ശിക്ഷാവിധിയും ഇല്ല എന്നാണ് ദൈവം പറയുന്നത്. എന്നാൽ ശിക്ഷാവിധിയും ന്യായവിധിയും രണ്ടെണ്ണമാണ്. ശിക്ഷാവിധി മനുഷ്യന്റെ ജന്മസ്വത്വമായി അവനിലേക്ക് പകരപ്പെട്ട പാപത്തിന്റെ ഫലമായ നരകമാണ്, അല്ലെങ്കിൽ നിത്യമരണമാണ്. ആ മരണത്തിനാണ് കാൽവരിയിൽ നീക്കം വന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ വിശ്വാസികളുടെ പ്രവൃത്തികളെ ദൈവം ന്യായം വിധിക്കും എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പൊ മേലിൽ നിന്ന് ആകാശത്തെയും താഴെ ഭൂമിയെയും ദൈവം ന്യായം വിധിക്കാൻ വിളിക്കുന്നു എന്ന് മാത്രമല്ല, തന്റെ കോടതി മുറിയിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ പറയാം, തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. അപ്പൊ ദൈവം തന്റെ ജനത്തെ ന്യായം വിധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രവൃത്തിയെ ന്യായം വിധിക്കുന്നു എന്നാണ്. 2 കൊരിന്ത്യർ 5:10 അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്: അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ വെളിപ്പെട്ടതാകുന്നു. റോമർ 14:10 അല്ല, നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ സിംഹാസനം മുമ്പാകെ നിൽക്കേണ്ടി വരും. ഓരോ ക്രിസ്തീയ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട വിഷയം, ആദാമിലൂടെ അവനിലേക്ക് പകരപ്പെട്ട പാപത്തിന്റെ പരിണിതഫലമായ നിത്യശിക്ഷാവിധി അത് കർത്താവ് ക്രൂശിൽ വെച്ച് നീക്കി തന്റെ യാഗമരണത്താൽ അവിടെ പാപത്തിന് ദൈവം ശിക്ഷ വിധിച്ചു. ഇനി നമ്മുടെ മേൽ യാതൊരു ശിക്ഷാവിധിയും. അപ്പോൾ ആദാമ്യ പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ എന്നേക്കും വിടുവിക്കപ്പെട്ടവരും സ്വതന്ത്രരുമാണ്. അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ നമ്മുടെ പ്രാണൻ കർത്താവിലേക്ക് മടങ്ങിപ്പോകുന്ന അവസാനത്തെ നിമിഷം വരെ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തയിൽ, നിരൂപണങ്ങളിൽ, മനോഭാവത്തിൽ, പ്രവൃത്തിയിൽ വെളിപ്പെട്ടതും വെളിപ്പെടാത്തതുമായ എല്ലാ പ്രവൃത്തികളെയും ദൈവം ന്യായം വിധിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതാണ് 2 കൊരിന്ത്യർ 5:10 പൗലോസ് പറയുന്നത്. നാം എല്ലാവരും എന്ന് പറഞ്ഞാൽ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയ പൗലോസ് ഉൾപ്പെടെയുള്ള സകല സഭാ കാലഘട്ട വിശ്വാസികളും കർത്താവിന്റെ ന്യായാസനം മുമ്പാകെ നിന്ന് കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവം വാസ്തവത്തില് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? എന്തുകൊണ്ട് അങ്ങനെ ദൈവം ന്യായം വിധിക്കാൻ കാരണമായി തീരുന്നു? ഒന്നാമത്തെ വിഷയം, ദൈവം തന്റെ മഹത്വത്തെ എല്ലായ്പ്പോഴും സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. ഹി ഈസ് കൺസേൺഡ് അബൌട്ട് ഹിസ് ഗ്ലോറി. ദൈവ മഹത്വം എപ്പോഴും മാറ്റമില്ലാതെ സൂക്ഷിക്കുക എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ്. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു എന്നാണ് 1-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. അപ്പൊ അവിടെ വാസം ചെയ്യുന്നു.
ദൈവത്തിന് തന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. അതെല്ലായ്പ്പോഴും ദൈവം ആഗ്രഹിക്കുന്നതാണ്. യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. ഐ ഷാൽ നോട്ട് ഷെയർ മൈ ഗ്ലോറി വിത്ത് എനിവൺ. ഞാൻ എന്റെ മഹത്വം വേറെ ആളുമായി ഒരിക്കലും പങ്കിടുകയില്ല. ഒന്നാമത്തെ റീസൺ, എന്തിനാണ് ദൈവം തന്റെ ജനത്തെ ന്യായം വിധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ മഹത്വം സംരക്ഷിക്കപ്പെട്ട് സൂക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ വിഷയം, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിച്ച് ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനോ, സ്വന്തം ഇഷ്ടപ്രകാരം വേദപുസ്തകം വ്യാഖ്യാനിക്കുവാനോ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിച്ച് നമുക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ച് നീതീകരിക്കാനോ ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല. ദൈവം നമ്മെ രക്ഷിച്ച് ഭൂമിയിൽ ആഗ്രഹിക്കുന്നത് തന്റെ മഹത്വത്തിന്റെ പോഴ്ചയ്ക്കായി നാം ദൈവേഷ്ടം ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ്. മൂന്നാമതായി, ദൈവം നമുക്ക് പ്രതിഫലം തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഗോഡ് വാണ്ട്സ് us to reward his faithful servants. അതായത് ദൈവത്തിന്റെ വിശ്വസ്തരായ തന്റെ ദാസന്മാരെ പ്രതിഫലം നൽകി ആദരിച്ച് അവരെ ബഹുമാനിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാരണം ദൈവമഹത്വത്തിന്റെ പുകഴ്ച. രണ്ട്, നാം ദൈവേഷ്ടം ചെയ്യണം. അങ്ങനെ ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്ത നിവർത്തി പ്രാപിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മൂന്ന്, നമുക്ക് പ്രതിഫലം തന്ന് നമ്മെ ആദരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള പ്രചോദനമാണ് ഈ സങ്കീർത്തന ഭാഗം. അവിടെ ദാവീദ് പറയാണ്, അവൻ സ്വർഭൂമി മുകളിൽ നിന്ന് ആകാശത്തെയും താഴെ ഭൂമിയെയും ന്യായവിധിക്കായി വിളിക്കുകയാണ്. ഇവിടെ ഞാൻ വാക്കുകൾ നിർത്തട്ടെ. നമുക്കൊരു ന്യായവിധിയുണ്ട്. നമ്മുടെ ശിക്ഷാവിധി ക്രൂശിൽ നീക്കപ്പെട്ടുവെങ്കിലും നമുക്കൊരു ന്യായവിധി അവശേഷിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വളരെ പരിമിതമായ ഈ നാളുകളിലെ എല്ലാ കാര്യങ്ങൾക്കും, ചില ആൾക്കൊക്കെ വ്യക്തിപരമായി എന്തെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ അവരെ ഇപ്പൊ ഇതിനകത്തൂടൊക്കെ വന്ന് എഴുതുകയും ശക്തമായി ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പ്രതികാരം നേരെ ചെയ്യാൻ വയ്യാത്ത ആളുകൾ. പക്ഷെ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു ദിവസം ദൈവസ്ഥാനം നിൽക്കേണ്ടി വരും. ഇത് അവിടെ തന്നെയല്ല, ഈ ഭൂമിയിലെ ജഡജീവിതത്തിലും ഒരളവ് വരെ അതിന്റെ കണക്ക് കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗലാത്യർ 6:7 പൗലോസ് പറഞ്ഞു, വാട്ട്സോ എവർ എ മാൻ ഷെൽ സോ ഇറ്റ് ഷാൽ ഹി ഓൾസോ റീപ്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നന്മ വിതയ്ക്കുന്നവൻ ജഡത്തിൽ ജീവനെ കൊയ്യും, തിന്മ വിതയ്ക്കുന്നവൻ ശിക്ഷാവിധി കൊയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജഡശരീരത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളെ അറിഞ്ഞതും ഗ്രഹിച്ചതുമായ കാര്യങ്ങളെ ദൈവേഷ്ടം നിവർത്തിക്കുന്നതിന്റെ ഭാഗമായി നാം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ച് അത് പാലിക്കണമെന്നാണ് ദൈവം പറയുന്നത്. അതിന് വിപരീതമായി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുകയും സ്വന്തം ഇഷ്ടം സാധിക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവേഷ്ടം വ്യാഖ്യാനിക്കുന്നവരെ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഫലം എന്നറിയാമോ? ദൈവം മനുഷ്യനെ ന്യായം വിധിക്കും. നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും ന്യായം വിധിക്കും. നമ്മൾ ആരും ഇവിടെ ഭൂമിയിൽ പെർഫെക്റ്റ് അല്ല. ആരും പൂർണ്ണ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബലഹീനതകള് വാക്കിലോ പ്രവൃത്തിയിലോ നിരൂപണങ്ങളിലോ ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ പൂർണ്ണതകളല്ലെങ്കിലും വി ക്യാൻ ബി ഓപ്പൺ ടു, നമുക്ക് തുറന്ന മനസ്സുള്ളവരായിരിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെയ്യണം, നമ്മുടെ പ്രവൃത്തികളെ നാം തന്നെ ശോധന ചെയ്യണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യണം. ദൈവത്തോട് നിരപ്രാപിക്കണം. ദാവീദിനെ ദൈവേഷ്ടപ്രകാരമുള്ള മനുഷ്യൻ എന്ന ദൈവം തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കാരണം, അവന്റെ ജീവിതത്തിൽ വലിയ പാപങ്ങൾ സംഭവിച്ചെങ്കിലും ദൈവത്തോടും ദൈവവചനത്തോടും നിരപ്പ് പ്രാപിച്ച് വിശുദ്ധ ജീവിതത്തിനായി നിരന്തരം സമർപ്പിക്കുന്ന ഒരു സ്വഭാവ വിശിഷ്ടത ദൈവദാസനായിരുന്ന ദാവീദിനുണ്ടായിരുന്നു. അത് ദൈവത്തിന് പ്രസാദകരമായിരുന്നു. അതുകൊണ്ടാണ് ഡേവിഡ് ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ദാവീദ് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദൈവം അവനെ സർട്ടിഫൈ ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരു ദിവസം കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാറ്റിനും നമ്മൾ കണക്കൊടുക്കേണ്ടായി വരും. ഇവിടെ നമ്മള് നല്ലതെന്ന് ചിന്തിച്ചത് പലതും ദൈവസ്ഥലം തെറ്റായിരിക്കും. കൊരിന്ത്യരിൽ തന്നെ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി മനുഷ്യന്റെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുന്നു. അതാണ് കർത്താവ് ന്യായാസനത്തിന് മുമ്പാകെ സംഭവിക്കാൻ പോകുന്നു. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചത് പലതും അന്ന് അവിടെ പുറത്ത് കൊണ്ടുവരപ്പെടും. നിഗൂഢമായി വെച്ചിരുന്ന പലതും അവിടെ പലതുമല്ല, എല്ലാം വെളിപ്പെടും. വെളിപ്പെടാത്തതായി യാതൊന്നുമില്ല. മനുഷ്യന്റെ കൈപ്പണിയായ സാങ്കേതിക വിദ്യ പോലും മനുഷ്യൻ അത്യന്തം സൂക്ഷ്മമായി സൂക്ഷിച്ചു വെച്ച രഹസ്യങ്ങളെ അനായാസന പുറത്തു കൊണ്ടുപോകാൻ പര്യാപ്തമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാലത്താണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളെയും തന്റെ ന്യായവിസ്താര സഭയുടെ മുമ്പാകെ വെളിപ്പെടുത്തുന്ന ഒരു ഭയാനകമായ ദിവസമുണ്ട്.
ഒരിക്കൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രസിദ്ധനായിരുന്ന പഴയകാല പ്രസംഗങ്ങളുടെ പ്രഭുവായിരുന്ന സ്പർജനോട് ഒരാൾ ഇപ്രകാരം ചോദിച്ചു, ഹു ഈസ് ദ വൈസസ്റ്റ് മാൻ ഇൻ ദിസ് വേൾഡ്? ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യനാണ്. അദ്ദേഹം ഒരു നിമിഷത്തിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, വരുവാനുള്ള ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ എന്റെ സകല പ്രവൃത്തികളും ദൈവസന്നയിൽ വെളിപ്പെടുത്തപ്പെടും എന്നുള്ള സുബോധ ചിന്തയോടുകൂടെ ഈ ഭൂമിയിലെ തന്റെ ജീവിതം ക്രമപ്പെടുത്തി ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്ന മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ എന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ആം ഐ ലിവിങ് അപ് ടു ദ വേർഡ് ഓഫ് ഗോഡ്? ദൈവവചനപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്? ആം ഐ ലിവിങ് അൺ ടു ദ വിൽ ഓഫ് ഗോഡ്? ഞാൻ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണോ ജീവിക്കുന്നത്? ഡു ഐ സാന്റിഫൈ മൈസെൽഫ് വിത്ത് ഹിസ് ഹോളി വേർഡ് ഇൻ മൈ ഡേ ടു ഡേ ലൈഫ്? എന്റെ അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം കൊണ്ട് എന്നെ തന്നെ ശുദ്ധീകരിച്ച് ഉള്ളൊരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? ഇഫ് നോട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? റെക്കൺസൈൽ വിത്ത് ഗോഡ്, ദൈവത്തോട് നിരപ്രാപിക്കുക. കൺഫസ് യുവർ സിൻ, പാപങ്ങളെ ഏറ്റുപറയുക. ആൻഡ് ദെൻ എന്ത് ചെയ്യുക? ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ ആരംഭിക്കുക. ഒരു നാളിൽ നമ്മുടെ ജീവിതത്തിന് കണക്കൊടുക്കേണ്ടി വരും. ചില ആളുകൾ വളരെ നിഗൂഢമായി ചെയ്യുന്ന ചില അതിക്രമങ്ങൾ, തെറ്റുകൾ, പാപങ്ങൾ, ഇവയ്ക്കൊക്കെ ഈ ഭൂമിയിൽ വെച്ച് തന്നെയും ശരീരത്തിൽ കുറെയൊക്കെ അനുഭവിച്ചിട്ട് പോകുവാനും കഴിയുള്ളൂ എന്നാണ് നമുക്ക് പൂർവ്വകാല ചരിത്ര ദൃഷ്ടാന്തങ്ങളിൽ കൂടിയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിനെ സ്നേഹിച്ച് ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ കഴിയുന്ന വിശുദ്ധ വിശ്വാസികളായി നമ്മുടെ കർത്താവിനെ പിൻപറ്റുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വി മസ്റ്റ് ഓൾ സ്റ്റാൻഡ് ബിഫോർ ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് സംഡേ. ഒരു നാൾ നാം എല്ലാവരും കർത്താവിന്റെ ന്യായാസനം മുമ്പായി നിൽക്കേണ്ടി വരും. അവിടെയാണ് നമുക്ക് പുകഴ്ചയുണ്ടാകുമോ ലജ്ജയുണ്ടാകുമോ എന്ന് തെളിയിക്കപ്പെടാൻ പോകുന്നത്. ദൈവം നമ്മെ അവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ കോടതി മുറി ഒരു നാള് നമ്മുടെ മുമ്പാകെ വെളിപ്പെടും എന്നുള്ള ഭയനിർദ്ദേശം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ സ്വർഗം ഈ വചനം കൊണ്ട് നമ്മൾക്ക് ഏവർക്കും ഉപകാരമായി ഭവിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.